ഹലോ ഗായ്സ്, കണ്ണൂരയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണൂരിൽ തന്നെയുള്ള ഒരു ഹിഡൻ സ്പോട്ട്, അതായത് ഹിഡൻ ബീച്ചായ മീൻകുന്ന് ബീച്ചിലേക്കാണ്. അപ്പോൾ കണ്ണൂരിലെ അധികം ആൾക്കാർക്ക് ഇതറിയെങ്കിലും കുറേ ആൾക്കാരൊന്നും പോകുന്നില്ല. എന്തായാലും നമ്മളെല്ലാവരും പോകുന്ന ബീച്ച് പയ്യാമ്പലം ബീച്ച്, അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ച്, അങ്ങനെ 2-3 ബീച്ചിലാണ്. തോട്ടറ ബീച്ച്. അപ്പോൾ ഇതും നല്ലൊരു ബീച്ചാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പൂതപ്പാറ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ്. ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആഞ്ഞിവയൽ കുളത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വീണ്ടും പോകണം. ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടേക്കുള്ള വഴിയാണ്. അങ്ങനെ ഇതാണ് ഈ കുന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ബീച്ചിലോട്ടാണ്. ഒരു 100 മീറ്റർ പോകാനുണ്ട് ഏതാണ്ട്. അങ്ങനെ നേരെ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ ആണ് ബീച്ചിൻ്റെ. നല്ലൊരു വ്യൂ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം കണ്ടൽക്കാട്, ചെറിയ കണ്ടൽക്കാടിന് നടുവിലൂടെ നമുക്ക് ബീച്ച് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു നമ്മൾ പോയപ്പോൾ തന്നെ 2 തവണ പോയപ്പോൾ കണ്ണൂരുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ കർണാടക, ബാംഗ്ലൂർ അവിടെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. അങ്ങനെ വലിയ ആൾക്കാരുടെ ശല്യം അങ്ങനെയൊന്നുമില്ല. വളരെ ശാന്തമായൊരു ബീച്ചായിട്ടോ. എന്തായാലും നമുക്കിവിടെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കടൽ അത്ര ശോഭിച്ചുകൊണ്ടുള്ള കടലല്ല, കുറച്ച് ശാന്തമായൊരു കടലിൻ്റെ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടത്തെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സൂര്യാസ്തമൊക്കെ കാണണമെങ്കിൽ എന്താ പറയുക, ഭയങ്കര സെറ്റാണ്. നോക്കിയേ, ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വളരെ സുന്ദരമായ ഒരു വ്യൂ ആട്ടോ. എന്തായാലും കണ്ണൂർ വന്നവരെന്തായാലും ഈ സ്പോട്ട് തീർച്ചയായിട്ടും വരണം. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നമുക്ക് വണ്ടി ബൈക്കായാലും കാറായാലും നമുക്ക് ബീച്ചിൻ്റെ അവിടെ വരെ എടുത്ത് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് മറ്റൊരു പ്രത്യേകത. പയ്യാമ്പലം ബീച്ചിലൊന്നും ഇങ്ങനെ പോകാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കൂടുതൽ വീഡിയോസ് ഇനി വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.